നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. ചൂടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നാട്ടിലാണെങ്കിലും ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടോ. ഞാനുള്ള സമയത്ത് എന്തൊരു ചൂടായിരുന്നു. അങ്ങനെയൊക്കെ പോണേ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയൊന്നും ആവശ്യമൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് ഞാനിവിടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കണ ഒരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങാക്കായ വേണം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ മുരിങ്ങാക്കായാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങാക്കായ വെള്ളപ്പോളൊക്കെ കടയിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ മുരിങ്ങാക്കായ എടുക്കുമ്പോൾ ഒരു 2 മുരിങ്ങാക്കായ എടുക്കുക. പിന്നെ മുട്ട എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു താറാവ് മുട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ താറാവ് ഇടുന്ന മുട്ടയിടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവോള വേണം. പിന്നെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു തക്കാളി വേണം കേട്ടോ. നമ്മുടെ നാടൻ തക്കാളിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തക്കാളി ആയിരിക്കുമല്ലോ, അപ്പോൾ ഒരു 2 തക്കാളി എടുക്കുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് എത്രയ്ക്ക്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കറിയിലേക്കൊക്കെ ചേർക്കണം മസാല പൊടികളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. മുട്ട പുഴുങ്ങിയൊന്നും വേണ്ട കേട്ടോ, പുഴുങ്ങിയാൻ വേണ്ട, പൊരിക്കാൻ വേണ്ട. നമ്മൾ കറിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇടുന്നത്. പിന്നെ ഈ മുരിങ്ങക്കായ ഉണ്ടല്ലോ, ഈ മുരിങ്ങക്കായ നമുക്ക് രണ്ടായിട്ടൊന്ന് കീറിയിട്ടിടാം, രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ ആ മുരിങ്ങക്കായുടെ ടേസ്റ്റൊക്കെ ശരിക്കും ആ കറിയിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ കഴിക്കുമ്പോഴായിരുന്നാലും കറിയുടെ ആ തക്കാളിയുടെ പുളിയൊക്കെ നന്നായിട്ട് കറിയിൽ കിട്ടും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കറി. ഈ സവോളയുടെ അത്രയ്ക്ക് എടുക്കണില്ല കേട്ടോ, ഇതൊരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അത്രയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി ഒന്നല്ലെങ്കിൽ ചതച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പച്ചമുളക് ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ടിടുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോട്ടെ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പുളിയും ഒന്നല്ലെങ്കിൽ ചതച്ചിട്ടിടാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ചതച്ചിട്ടാലും മതി, ചതയ്ക്കാൻ മടിയാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടലാണ് സാധാരണ പതിവ്. പിന്നെ തക്കാളി അത്യാവശ്യം നല്ല വലിയ തക്കാളി വേണം അവിടെ. പിന്നെ നമ്മുടെ മുരിങ്ങക്കായ പിന്നെ ജസ്റ്റ് ഒന്ന് കീറിയിട്ടിടുക. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഈ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇപ്പോഴും കട്ടയിട്ട് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അച്ചാറുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മെൽറ്റായില്ലോന്ന്. അത് വെളിച്ചെണ്ണയായിരുന്നില്ല കേട്ടോ, അത് ഓയിലായിരുന്നു. ഓയിൽ കട്ട പിടിക്കില്ല, വെളിച്ചെണ്ണയാണ് കട്ട പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഓയിലുണ്ടാക്കും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ വെളിച്ചെണ്ണയ്ക്ക് അച്ചാറിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ എനിക്ക് തോന്നണം നമ്മൾ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ വെളിച്ചെണ്ണയാണല്ലോ എടുക്കാറ്. അല്ല, വെളിച്ചെണ്ണയും എടുക്കാം, വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ സാധാരണ ഈ വെജിറ്റബിൾ ഓയിലിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്താൽ മതി. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ അരച്ചിങ്ങനെ കട്ട പിടിച്ച് കിട്ടും. ഈ വർഷം എന്താണെന്നറിയില്ല, ചൂട് അങ്ങോട്ട് വരുന്നില്ല. ഐസ് വീട്ടിലൊക്കെ ഈ വർഷം വളരെ കുറവായിരുന്നു, പക്ഷേ ചൂട് വരുന്നില്ല, തണുപ്പ് മാറുന്നില്ല. ഫസ്റ്റ് കടുക് പൊട്ടിക്കുക, ഒരു നുള്ള ഉലുവ ചേർക്കുക. ഒരുപാട് ചേർക്കണ്ട, ഇച്ചിരി കൊണ്ട് ചേർക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും ചേർക്കട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ നിങ്ങൾ പരിപ്പറിയൊക്കെ വെക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പരിപ്പറി ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
ചതച്ചിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കുക, ഒരു ഇച്ചിരി ചെറിയ ജീരകം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ചേർത്തേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മുളക് പൊടി ഒരു പേരിന് ഇട്ടാൽ മതി, പച്ചമുളക് കൂടുതൽ ഇട്ടാൽ മതി. എന്നിട്ട് കഴിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് പരിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 തക്കാളിയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ടിടുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ആ തക്കാളിയൊക്കെ അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ ഇച്ചിരി മല്ലിയില ഇടുക, തീ ഓഫ് ചെയ്യുക. നല്ല സൂപ്പർ പരിപ്പ് കറി ആയിരിക്കും. എന്നിട്ട് ആ പരിപ്പ് കറിയും പിന്നെ അച്ചാറും മീൻ വറുത്തതും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിനാൻ വേണ്ടിയിട്ട് നല്ല നല്ല കോമ്പിനേഷനാണ് അത്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇച്ചിരി മുളക് പൊടി, വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി ചേർക്കാണ്. തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് മുരിങ്ങക്കായും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചാൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കട്ടെ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ചേർത്തോട്ടെ. ഇതിപ്പോൾ ഞാൻ സാധാരണ വെള്ളമാണ് ചേർത്തത്. ഇനി നമ്മൾ മൂടി വയ്ക്കാം കേട്ടോ. ഈ തക്കാളിയും പിന്നെ നമ്മുടെ ഈ മുരിങ്ങക്കായൊക്കെ വെന്ത് വരട്ടെ. മുരിങ്ങക്കായ ആയിരുന്നാലും ഈ തക്കാളിയുടെ ഒപ്പം തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും. കാരണം നമ്മൾ 2ആയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടല്ലോ. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് വെജിറ്റേറിയൻകാർക്ക്, മുട്ട കഴിക്കാത്തവർക്ക് ഇത് നന്നായിട്ട് വെന്ത് ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. മുട്ട നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിടാട്ടോ ചെയ്യണത്. തീ കുറച്ചിട്ട് മുട്ട എങ്ങനെയും കേടുണ്ടോയെന്ന് സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴിയുടെ മുട്ട ചെയ്തുകൊണ്ട് പുതിയ മുട്ടയുണ്ടല്ലോ. ഇത് നമ്മുടെ താറാമുട്ട. ഇതിൻ്റെ ഷെല്ലിനുണ്ടല്ലോ ഭയങ്കര കട്ടിയ. ഞാനക്കാണ്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റും കൂടി മൂടി വയ്ക്കാം. ആ മുരിങ്ങക്കായുടെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ശരിക്കും ആ മുട്ടയിലേക്കൊക്കെ ശരിക്കും നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ കറി നമ്മൾ ഒരു 7 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തുറന്നോട്ടെ, പെട്ടെന്ന് വെന്തോളും. മുട്ടയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ. ഞാൻ തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മൂടി വെച്ചത്. 7 മിനിറ്റ് മാക്സിമം അത്രയ്ക്ക് മതിയാവും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ കറിയാണ്. ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി. ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ നമ്മുടെ കറിയിലേക്ക്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാവാണ്ട ഇരിക്കുമ്പോൾ ശരിക്കും ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നോക്കിക്കേ. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ചാറിലെടുക്കട്ടെ. അപ്പോൾ ചോറിട്ടോട് ഒഴിച്ച് കഴിക്കാനൊക്കെയും കറിയായല്ലോ, ചാറായല്ലോ, കറിയല്ലോ ചാറായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമല്ലേ, വലിയ പാടൊന്നുമില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടെ കേട്ടോ. ഇതേപോലെ ഒരു ഇച്ചിരി ചാറിലെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കുമല്ലോ നമ്മുടെ ചോറിൻ്റെ കൂടേക്ക് നമുക്ക് ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാം. മുട്ട എടുക്കട്ടെ. മുട്ട പുഴുങ്ങി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടാ.
ഇങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും കറിയുടെ ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടും. മുട്ട കുറേ നേരം ഇട്ടിട്ട് വേവിക്കട്ടെ കേട്ടോ. കുറേ നേരം ഇട്ട് വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഹാർഡായിട്ട് വരും കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ്, കുറേ നേരം വെക്കണ്ട, പെട്ടെന്ന് വെന്തോളൂ. ചാറ് നോട്ടെ. നല്ല നല്ല ടേസ്റ്റാണ്. ചോറ് ഇരിക്കണ്ടേ, ചോറിൻ്റെ പിന്നെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഞാനിപ്പോൾ എടുക്കണില്ല, വൈകിട്ട് കഴിക്കാം. കടിച്ചപ്പോൾ ഒരു ഉലുവയും കിട്ടി. ഉലുവ കടിച്ചപ്പോൾ കുഞ്ഞതായിട്ട് ഒരു കയ്പുണ്ട്. നമ്മുടെ ആസ്മി കുട്ടൻ നല്ല ഉറക്കാട്ടെ. കാരണം പുറത്ത് നല്ല മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല ഉറക്കാണ്. അല്ലാതെ എന്ത് സുഖമല്ലേ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പല്ലും തേക്കണില്ലേ? പല്ലും തേക്കണില്ലേ? എന്താ ചേക്ക പോയി പല്ലേക്ക്. നമ്മുടെ ചെറിയ ബ്ലോസം ഉണ്ടല്ലോ, അതിൻ്റെ പൂവൊക്കെ താഴെ വീണെടുക്കുന്നതായിട്ടേ കാണണത്. നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയുണ്ട് കേട്ടോ മരത്തുമ്മ, കുറച്ചും കൂടി ഉണ്ട്. കുറച്ചല്ല, ഇനിയുണ്ട് നിറച്ച് മരത്തുമ്മ. ആദ്യം ഇലയില്ലാണ്ടാണ് ഇത് ഫസ്റ്റ് പൂവ് മാത്രമായിട്ട് വരാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇലയ്ക്ക് വന്നു തുടങ്ങുക. ഞാനിവിടെ ഡോറ് തുറന്നപ്പോൾ നമ്മുടെ ആസ്പിൻ കുട്ടി എന്തായി വേഗം മുമ്പിലോ നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് എപ്പോൾ വിട്ടാലും ഓടിക്കോളും, അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. രാവിലെ ഒന്നും മഴ ചെയ്തുകൊണ്ട് ഞാൻ അയച്ചു വിട്ടില്ല, അതുകൊണ്ട് കുറേ നേരം കിടന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാനിവിടെ വാങ്ങി തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഓടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആസ്മിൻ കുട്ടിനെ നമ്മൾ തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോവാണ്. പോയിട്ട് വേഗം കൊണ്ട് വന്നോളണം കേട്ടോ. ആ തുറക്കട്ടെ, ഞാൻ തുറന്നോളാം. ഓടിക്കൂടെ ചേർക്ക. റോട്ടിലേക്ക് പോവില്ല കേട്ടോ, അവിടുന്ന് ഓടി. അങ്ങോട്ട് പോരെ.
കാഴ്ചയെ കണ്ടു കഴിഞ്ഞാ ഇറങ്ങിയല്ലേ ഉള്ളൂ. കൊച്ചു കയറണ്ട. ഇപ്പൊ പൊക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. പൊക്കോ, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വരണം കേട്ടോ. കൊച്ചിനെ ഇപ്പൊ കയറ്റണില്ല. കൊച്ചിനെ കയറൊന്നും ഇഷ്ടമില്ലല്ലോ. കയറിക്കോ. കിളി വന്നിട്ടുണ്ട് അവിടെ. ഹസ്ബൻഡ് പോവാണ്. ഇവിടെ കണ്ടു ഇപ്പം ഞാനോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാ. ഞങ്ങൾ പുറത്തേക്ക് കണ്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. യാത്രയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എന്താ റൂട്ടാ? അവിടെ നിന്ന് അങ്ങോട്ട് വരണ്ട. അങ്ങനെയാണ് കയറ്റണെങ്കിൽ അകത്തേക്ക്